സഞ്ജു സഞ്ജു പട്ടാപ്പകൽ പോത്തുപോലെ കിടന്നുറങ്ങുന്നു. ആ നീ ഇങ്ങനെ പട്ടാപ്പകൽ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിക്കോ. നീ അറിഞ്ഞാ അച്ഛന് വേലക്കാരുടെ വീട്ടിൽ നിന്ന് പിടിച്ചാ? എടാ വേലക്കാരിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചതല്ല, പിന്നെ നിന്റെ +2 റിസൾട്ട് വന്നു. ജയിച്ചല്ലേ? പതിവ് പോലെ എന്റെ മോൻ ദ്രവിച്ചു, തോറ്റു. ഇങ്ങനെ ഇത്തിരി തടിയും മണ്ണും വെച്ചിട്ട് ഇങ്ങനെ 2 ദിവസം ഉറപ്പൊഴിച്ചിരുന്ന് വെയിറ്റ് ചെയ്ത ഈ റിസൾട്ട് വേണ്ടി ഒരൊറ്റ കുത്തിയാൻ വെച്ചിരുന്നു. എക്സാമിന്റെ പല ദിവസം കിടന്നുറങ്ങി, അതൊക്കെ പോയാൽ എക്സാം ഹാളിൽ പോയി കിടന്നുറങ്ങി. എന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് വന്ന് പറയാണ് ഞാനിങ്ങനെ 2 ദിവസം ഉറപ്പൊഴിഞ്ഞിരിക്കും. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവര് 3 പേരും ആണ് എന്റെ ഹീറോസ്. അതൊക്കെ എന്തിനാണ് മോൻ ഇപ്പൊ ഇവിടെ പറയുന്നത്? ഇവര് 3 പേരും തോറ്റു വരുമല്ലേ? അവരൊക്കെ ജീവിതത്തിൽ ഒരിക്കലാണ് തോറ്റത്. നീ 12 തവണ തോറ്റിരിക്കുന്നത്. നാണുണ്ടടാ, നാണുണ്ടോ? നിനക്കറിയാലോ, അമ്മയില്ലാത്തതിന്റെ ഒരു കുറവും നിനക്ക് ഞാൻ വരുത്തിയിട്ടില്ല ഇതുവരെ. അതേപോലെ എന്റെ മാർക്കിന്റെ ഓരോ അച്ഛനെ ഞാൻ അറിയിച്ചിട്ടില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണം? എന്താ ഞാൻ ചെയ്യേണ്ടത്? എല്ലാവർക്കും സാധനം വേണം, മെമ്പറാന്ന് പറഞ്ഞിട്ട് പൈസയും തരത്തില്ല. ആ സുധീഷേ ഒന്ന് വന്നേ. അവളെ ഒരു പാക്കറ്റ് ചിപ്സ് ചോദിച്ചാൽ കൊച്ചുങ്ങൾക്ക് കൊടുക്കാനേ. വിജിത ചോദിച്ചാ? ആ പൈസ ഉണ്ടേ? വേണ്ട, ഞാൻ അവിടെ നിന്ന് കുടുംബശ്രീന്ന് മേടിച്ചോളാം. ഇപ്പൊ ചിപ്സ് വെച്ചോളൂ, പഞ്ചായത്തിലൊന്നും പോക്കില്ലേ? ജീവിക്കണ്ടേടാ, 2 പിള്ളേരെ വളർത്തണ്ടേ? അത് കാണാൻ പറയുന്നുണ്ട്. പണ്ട് കറുത്ത ചെറുട്ട് ഇടമ ഇപ്പൊ കാണുന്നുണ്ട്, നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. എടാ പഞ്ചായത്ത് നിന്നൊക്കെ എന്തോ ഒന്നും കിട്ടില്ല. ചെല്ല് കാണുന്നുണ്ട്. ഈ റോഡൊക്കെ ആരാടാ ഇവിടുത്തെ മെമ്പർ? വീട്ടിൽ ചെന്ന് കണ്ണാടി എടുത്ത് നോക്ക്, കാണാം. എടാ സഞ്ജു, നീ അച്ഛന്റെ ഒരേ ഒരു മകനാ. നിന്നില് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടടാ. അച്ഛൻ എന്റെ ഒരു അച്ഛനാണ്, പക്ഷെ എനിക്ക് അച്ഛന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ല. ചേട്ടാ നിനക്ക് നാണുണ്ടോ? എന്റെ ദൈവം, കമ്പനി നന്നായിരിക്കണം, എന്നാലേ പ്രോഡക്റ്റ് നന്നാവും. അതടാ, ഇനി എന്നെ കുറ്റം പറ, കമ്പനീന്റെ കാര്യം പറ. ഇനി കുറ്റം മെമ്പർ പറഞ്ഞു നമ്മളെ കാര്യം നമ്മൾ അറിഞ്ഞാൽ ഷട്ടപ്പ്. ഓക്കെ, കബീർ പന്നന്റെ ഫിഗർ പറഞ്ഞു. ഒന്നും പറയരുത്, കാര്യം പറയില്ല. എന്തുവാടാ അച്ഛനും മോനും തമ്മിൽ ഇവിടെ ഒരു പ്രശ്നം? എപ്പൊ നോക്കിയാലും ഇത് തന്നെയാണല്ലോ നിങ്ങൾ രണ്ടുപേരും. എന്തോടാ? പിന്നെ നിന്റെ അച്ഛൻ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് അല്ല മെമ്പർ, ഇതൊക്കെ എന്താണ്? എന്തായാലും ഞാൻ ഈ പഞ്ചായത്തിലെ വീടാന്തരം മൊത്തം കയറി ഇറങ്ങും. അപ്പൊ ചെറിയ ചിപ്സിന്റെ പരിപാടി, സോപ്പിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. പഞ്ചായത്തൊന്നും കിട്ടാറൊന്നുമില്ല. അതിലൊന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷെ നടത്തുമ്പോ കണ്ടു അങ്ങനെയല്ലല്ലോ. ഇവന്റെ ഫോട്ടോ വന്നേരണേ ഉണ്ണിയേട്ടാ. എന്തിനും ഇവൻ തോറ്റില്ലേ? ഇപ്പൊ അത് ഈ പഞ്ചായത്ത് മൊത്തം അറിഞ്ഞു. ഇവന്റെ ഒരു ഫ്ലെക്സേ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ വെക്കാനാ. 12 തവണ +2 തോറ്റവനെ ഇനി ഈ നാട്ടിൽ ഒരു പിള്ളേരും ഇവനെ പോലെ ആകരുത് എന്നാണ് പഞ്ചായത്തിന്റെ തീരുമാനം. അത് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ടും കൂടെ വന്നു. കണ്ടാ എന്ത് ചെയ്യും മെമ്പറെ? ഞാൻ എനിക്കിവനെ കൊല്ലാൻ പറ്റും. നാണം ഉണ്ടോടാ നിനക്ക്? കണ്ടാ ഇങ്ങനെ ഓരോരുത്തർ ഗേറ്റ് എടുക്കാൻ വന്ന് വിളിക്കും, ഓടി അങ്ങ് ഇറങ്ങിക്കോളും. അല്ല ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മെമ്പറെ. ഈ നാട്ടിലെ പിള്ളന്മാരെന്ന് പറഞ്ഞ എല്ലാം തലതിരിച്ച്. അതാണ് എന്റെ മോൻ ഇത്രയും വർഷമായിട്ട് +2 പാസ്സാവുന്നത്. ഉണ്ണിയേട്ടാ സമാധാനപ്പെടും ഉണ്ണിയേട്ടാ. ഒരു വഴിയുണ്ട്. എന്ത് വഴി? നമ്മുടെ ചന്ദ്രൻ ചേട്ടന്റെ മോനും എന്റെ മോനും ഒക്കെ ഇത് തന്നെ ആയിരുന്നു പ്രോബ്ലം. കൈയ്യോട് ഉണ്ണിയേട്ടാ. ഞാനേ പഞ്ചായത്തിലെ മെമ്പറാ, നിങ്ങളുടെ വീട്ടിലെ മെമ്പർ അല്ല. അല്ല നിങ്ങളുടെ മകന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയോ? പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ പരിചയത്തിൽ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ട്. പുള്ളിയുടെ സ്പീച്ച് എന്ന് പറഞ്ഞ മുമ്പ് നമ്മുടെ ആ കവലയില്ലേ, കവലയുടെ അപ്പുറത്ത് ഒരു ചിക്കൻ കടയുണ്ടല്ലോ, ഗ്രിൽഡ് ചിക്കനൊക്കെ കിട്ടുന്ന രാജന്റെ കട. അത് തന്നെ. ആ രാജന്റെ കടയിന് മുമ്പേ പുള്ളി ഒരു സ്പീച്ച്, ആ ഗ്രില്ലിലിരുന്ന കോഴി എങ്ങനെ രാജന് കടക്ക് നഷ്ടം. പിന്നല്ലേ, അത്രക്ക് സൂപ്പറാണോ? സൂപ്പർ സ്പീച്ച്. ഓ ഒരു രക്ഷയില്ല. അപ്പൊ അയാള് വന്നു കഴിഞ്ഞാൽ എന്റെ മോൻ +2 പാസ്സാവുമായിരിക്കും അല്ലേ? ഇതിനു വേണ്ടി നമ്മുടെ കുന്നുമ്മേൽ കേശുവിന്റെ വീട്ടിൽ ഞങ്ങൾ ഒരു മരണത്തിന് പോയി. പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം പിന്നെ അന്നേരമാണ് അപ്പുറത്തെ ചന്ദ്രിക മോന്റെ കാര്യം പറയുന്നത്. പുള്ളി അവിടെ വെച്ചങ്ങ് കാച്ചി ഒരു സ്പീച്ച്, മരണ വീട്ടുന്നു. പിന്നെ ബോഡി അനങ്ങുന്നു പുള്ളിയുടെ സ്പീച്ച് കേട്ടിട്ട്. സമാധാനായിട്ട് ഒരു കേട്ടാ നമുക്ക് അവനെ റെഡിയാക്കാം. റെഡിയാവും. പുള്ളി ഇന്നിവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് അവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ? ഉറപ്പ്. ഇതിനു വേണ്ടി എത്ര ലക്ഷം വേണമെങ്കിൽ ഞാൻ ചെലവാക്കാം, ഒരു പ്രശ്നമല്ല. അപ്പൊ ഞാൻ സെക്രട്ടറി ഒന്ന് വിളിച്ചിട്ട്, ഇപ്പൊ അവർ രണ്ടാരും കൂടി ഒരു സ്ഥലം വരെ പോയേക്കോ, നമുക്ക് നേരെ പുള്ളി ഇങ്ങോട്ട് വിളിക്കാം. ആയിക്കോട്ടെ. അപ്പൊ ഇവൻ എപ്പോഴാ എത്തുന്നേ? ഇവന്റെ കാര്യം ഒന്നും പറയാണ്ടിരിക്കുന്ന നല്ലത്. രാത്രി വന്ന് അത്രയൊക്കെ വന്നവണെങ്കിൽ കടന്നുറങ്ങും. ഭക്ഷണം മോശമൊന്നും അല്ലായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ
50 അടിച്ചു 50. ആ നീ 50 അടിച്ചോ, നിന്റെ കളിയും ചിരിയൊക്കെ ഇന്ന് അവസാനിക്കോടാ. ആണ് ആ ഒരാള് വരുന്നുണ്ട്, ഒരാൾ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ കുറച്ചു നേരത്തെ. ആരെ? ഒരു DJ കാരൻ വരുന്നുണ്ട്. DJ കാരന്? എടാ നീ +2 തോറ്റ് ഇങ്ങനെ മുരടിച്ചിരിക്കും. പക്ഷെ നിന്നെ +2 ജയിപ്പിക്കണം എന്ന് ഈ അച്ഛനൊരു വലിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരാള് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് വരാൻ പോകുന്നത്. അത് ഓക്കേ. ആരാ വരുന്നേ? ഒരു DJ കാരൻ വരുന്നുണ്ടെന്ന്. അതാരാണ് ഈ DJ കാരൻ? DJ കാരൻ എന്ന് പറഞ്ഞാൽ നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരാൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഇത് ആരിത് പഴംപൊരിക്ക് റബ്ബർ ബാൻഡ് ഇട്ടാണ് ഒരു ഐറ്റം? ബ്ലൂടൂത്ത് സ്പീക്കർ. ബ്ലൂടൂത്തോ? മോട്ടിവേഷൻ സ്പീക്കർ. നമ്മുടെ മെമ്പർ പറഞ്ഞ വെൽക്കം വെൽക്കം. എന്റെ ഒരു വിജയകുമാർ. നൈസ് ടു മീറ്റ് യു. എന്റെ പേര് ഇതാണ് മോട്ടിവേഷൻ സ്പീക്കർ. കണ്ടിട്ട് കോയിൽ സ്പീക്കർ പോലെ ഇരിക്കുന്നുണ്ട്. മൈ നെയിം ഈസ് ഉണ്ണികൃഷ്ണൻ. ഇതെന്റെ ഒരു മകൻ. മകൻ. +2 12 തവണ തോറ്റിരിക്കുന്നവരാണ്. അതൊന്നും കുഴപ്പമില്ല. ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. അതൊന്നും കുഴപ്പമില്ല. ദയവ് ചെയ്ത് പ്ലീസ് കാല് പിടിക്കാം. എത്ര ലക്ഷം വേണമെങ്കിൽ ഞാൻ തരാം. എന്താണ് പൾസ് നോക്കിയാണോ? അല്ല, പേഴ്സ് നോക്കിയതാ. അതൊക്കെ ഞാൻ തരാം, അതൊക്കെ ശരിയാക്കി തരാം. ഒന്നും പേടിക്കണ്ട, പൈസ വിഷയമല്ല. പക്ഷെ എന്റെ മകൻ എങ്ങനെയെങ്കിലും +2 ജയിപ്പിച്ചേരാം. അത്രയും. പേര് സഞ്ജു. സഞ്ജു. സത്യം പറഞ്ഞാൽ സഞ്ജു കുഴപ്പമില്ല. എത്രയോ പിള്ളേരും നമ്മൾ പറഞ്ഞ മോട്ടിവേഷൻ കൊടുത്ത് നന്നാക്കിയിട്ടുണ്ട്. കണ്ടോ, പറഞ്ഞില്ലേ? ഓക്കെ. വേറൊന്നുമില്ല, ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ രാജസ്ഥാനല്ലായിരുന്നു. രാജസ്ഥാനിലെ ഒരു ഉഗ്രാമം, വിജനമായ പ്രദേശം. അവിടെ നിന്ന് പറഞ്ഞ സഞ്ജു, നിങ്ങളൊന്ന് പോയി കാണണം. പുറലോട്ട് ബന്ധുവില്ലെന്നേ. ആരായിട്ട്? അവിടുത്തെ ആൾക്കാര് എങ്ങനെ ഒരു 40-45 ദിവസം വരെ കുളിക്കാതിരിക്കും. ഇത് എങ്ങനെ സാധിക്കുന്നത്? എന്നെ കൊണ്ട് മാക്സിമം ഒരു 25 ദിവസം, അതിനപ്പുറം എന്നെ കൊണ്ട് പറ്റത്തില്ല. ദേഹം ചൊറിയും. അപ്പഴേ ഞാൻ ഒരു തൊട്ടി വെള്ളം എടുത്ത് ദേഹത്ത് കുടിക്കും. അപ്പഴേ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, നമ്മൾ അങ്ങനെയുള്ളപ്പോൾ രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ അടുക്കളയിൽ പോയിട്ട് ഒരു കുപ്പി എണ്ണ എടുക്കണം. എണ്ണ കയ്യിലോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ തലയിൽ തളം കെട്ടി നിർത്തി, തലയിൽ ഇങ്ങനെ തളം കെട്ടി നിർത്തണം. ഇവിടെ കണ്ടില്ല കണ്ടില്ല, ഇവിടെ ഈ ഭാഗത്ത് തളം കെട്ടി നിൽക്കും. കൃത്യമായിട്ട് തളം കെട്ടി നിൽക്കാൻ പറ്റിയ സ്ഥലം. അതെ, അടിപൊളി, നന്നായിട്ടുണ്ട്. ഇതിൽ നിന്നും സഞ്ജുവിന് എന്ത് മനസ്സിലായി? കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കണമെന്ന് മനസ്സിലായി. ഞങ്ങളൊക്കെ എന്താ കിണറ്റിൽ നിന്ന് കള്ളാണോ കോരി കുളിക്കുന്നത്? അടിയാൻ തരും കേട്ടോ. വലിയ ആളല്ലേ, പാവം, ഒന്നും അറിയില്ല, പാവം. കുഴപ്പമില്ല. കാരണം ഞാൻ എന്ത് കാര്യം തുടങ്ങിയാലും നമ്മൾ ദൈവം എന്നുള്ള ചിന്ത മനസ്സിലാവും. നിർബന്ധം. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവര്. അപ്പൊ ഞാൻ പ്രാർത്ഥനയിലൂടെ എൻ്റെ മോട്ടിവേഷൻ സംഭവം ആരംഭിക്കുകയാണ്. കൈ വെക്കൂ. തുമ്പി തുമ്പി കല്ലട്. ഞാൻ പറയാം, മനസ്സിൽ ദൈവങ്ങളെ സങ്കല്പിക്കൂ. തെക്കുള്ളപ്പ വടക്കു വാ, വടക്കുള്ളപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പ എങ്ങോട്ടെങ്കിലൊക്കെ പോ. ഗംഗേച്ച യമുനേച്ച ഗോദാവരി സരസ്വതി. ഞാനും ദേവരാജൻ മാഷും കൂടി ഒരുപാട് വേദികളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ട് പിന്നെ മോനെ, മനസ്സൊന്ന് ഏകാഗ്രത നിൽക്കണം. അർപ്പിച്ച ഏകചിന്തയിൽ. ഓക്കെ, ഏകചിന്ത. നീ എൻ്റെ ശ്വാസം ഒന്ന് മേപ്പോട്ട് വിളിച്ചോ. ശ്വാസം വിടുകയാ. എവിടെയല്ല, അവിടെ എന്റെ മകനെ കൊല്ലാൻ. ശ്വാസം പിടിക്കും, ശ്വാസം വിടും, ശ്വാസം വിടും, ശ്വാസം വിടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഭാഗത്തൊക്കെ വേദന വല്ലതും വരുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. എനിക്ക് വേദനയുണ്ട്. ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വേദന. പിടിക്കാൻ പറ്റുന്നില്ല. ഇവിടെയോ? ഇവിടെയാണോ വേദന? ഭയങ്കര വേദന. ശ്വാസം പിടിക്കുമ്പോ കഫം നിറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ വേദന. മോഷണുണ്ടോ? മോഷണോ? മോഷണല്ലോടോ, മോഷൻ ഉണ്ടോ? വയറ്റുന്നൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ശ്വാസം വലിക്കുമ്പോഴാണ് പ്രോബ്ലം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു നമ്പർ, ആ നമ്പർ എനിക്ക് തരണം. ഞാൻ വാട്സപ്പിലേക്ക് ഒരു മരുന്ന് എഴുതി തരാം. അത് ഒരു കാര്യം ചെയ്യും, ഒരു ഡെമിനോസ് എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഒരു ദിവസം 3 നേരം കൃത്യമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളൊക്കെ മാറി സെറ്റ് ആവും. ശരി, ഓക്കെ. ഇനി വരണം കേട്ടോ. ഫീസ് പുറത്തേക്ക് കൊടുത്തു.
ഓരോരോ ആൾക്കാരുടെ അവസ്ഥ ഇങ്ങനെ ഇത്ര പ്രശ്നങ്ങളാണ്. മരുന്ന് കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ. ഞാൻ ഡോക്ടറെ കാണാൻ വന്നതാണ്. ഞാനേ മോട്ടിവേഷൻ സ്പീക്കറാണ് കേട്ടോ. പഞ്ചായത്ത് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. സോറി സാർ, ഞാൻ പെട്ടെന്ന് ഞാൻ പഴയ എൻ്റെ ഇതിലേക്ക് സോറി ക്ഷമിക്കണം. എൻ്റെ മകനൊന്നും എങ്ങനെയെങ്കിലും. ഓക്കെ ശരി ധൈര്യത്തിൽ കേട്ടോ. സഞ്ജു വന്നു. സഞ്ജുന് മാനസികമായിട്ട് എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ? പറഞ്ഞുതരാം. അച്ഛൻ പോച്ച എന്ത് കാണിക്കണേ? നിങ്ങളും ഈ കല്യാണം കഴിച്ച കൈവിട്. എന്തോന്നടാ കാണിക്കുന്നത്? അങ്ങോട്ട് പോണ്ട, ഇവിടെ നിന്നാ മതി. അച്ഛൻ അറിയണ്ട സാറേ, എനിക്ക് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഒരു പെണ്ണ് ഒരു ചെറിയൊരു അഫയർ ഉണ്ടായിരുന്നു. പ്രേമം. ഞാൻ പരീക്ഷ എഴുതാൻ പോകുമ്പം പരീക്ഷ പേപ്പറിലല്ല അവളെ മുഖമാണ്. പരീക്ഷ കളിപ്പോൾ ഒരു നോക്കി പരീക്ഷ എഴുതി തോറ്റി. സാർ എങ്ങനെയെങ്കിലും ഇതൊന്ന് റെഡിയാക്കി തരണം. ഞാൻ മാമയോ ബ്രോക്കറോ അല്ല, ഞാനേ മോട്ടിവേഷൻ സ്പീക്കറാ. നിങ്ങളെ മോന് വേണ്ട എന്താ പറയാ, മാട്രിമോണി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുള്ളൂ കേട്ടോ. അവന് പെണ്ണോട് പ്രേമം. എടാ നീ ഒന്ന് മിണ്ടാതിരിക്കും, കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. നിനക്കിതല്ല വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വല്ലതും ഉണ്ടോ? ഉണ്ട്. എനിക്ക് ഈ ശബ്ദം കേൾക്കുമ്പോഴേ ഭയങ്കര ഇറിറ്റേഷനും ഒരു തലവേദനയും ഭയങ്കര വിഷയം. അങ്ങനെ ഉണ്ടാവും. ശരിയാ, ഈ ചില ആൾക്കാർക്കുണ്ടല്ലോ, ചില കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഈ ശബ്ദം എന്ന് പറയുമ്പോഴ് അരോചകമായിട്ട് എനിക്കിപ്പോ തോന്നുന്നു. അങ്ങോട്ട് അവിടെ പറ. അപ്പൊ അങ്ങനെയുള്ളപ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഈ മോട്ടിവേഷൻ ഇല്ലാതെ വേറെ ജോലികളുണ്ട്. പഠിക്കണം. എന്റെ കൂടെ വരട്ടെ. ഇവരെ കൂട്ടാണോ? പിന്നെ ശബ്ദം ഒരു പ്രശ്നം എന്റെ കൂടെ ഉണ്ട്. പൊക്കോ. ഒരു പൈസ ഉണ്ടാക്കാൻ നോക്കണം നിന്റെ പ്രായത്തിൽ. കൂട്ടിക്കോ, കൊണ്ടുപോക്കോ, ഇപ്പൊ കൊണ്ടുപോക്കോ. അല്ല എന്താ ജോലി? ശിങ്കാരി മേളം. അതാവുമ്പോ ശബ്ദത്തിനൊരു കുഴപ്പമില്ലല്ലോ അല്ലേ? ഇവിടെ ഈ വീട്ടിലെ വേറെ ആരൊക്കെ ഉണ്ട്? ഞാനെന്ത് ഇവന് മാത്രമേ ഉള്ളൂ. അപ്പം സഞ്ജുവിന്റെ അമ്മ പോയി എന്ന് വരും. മരിച്ചുപോയി. കരയാതെ അത് നമുക്ക് ബോഡി വെക്കണ്ടേ സുരക്ഷിതമായിട്ട്. അതിന് എൻ്റെ പരിചയത്തിൽ വട്ടപ്പാറ വേങ്കോട് ഉണ്ണി എന്ന് പറയുന്ന അണ്ണൻ്റെ ഗുരുജി മോർച്ചറി സർവീസ് ഉണ്ട്. അതിൽ വെച്ചാൽ നമുക്ക് മറ്റേ വില കുറവാണ്, സുരക്ഷിതമായിട്ട് അമ്മ ഊട്ടിക്കല്ല പോയത്. ഞാൻ പോയിട്ട് സഞ്ചാരി അറിയിപ്പിക്കും. മരിച്ചിട്ട് എത്ര വർഷമായി? 4 വർഷം. 5 വർഷമായി. 5 വർഷമായി. ഞാൻ പറഞ്ഞ കാരണമല്ല, നമ്മൾ ഇത്രയും വളർന്ന മക്കള് വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് വല്ലപ്പോഴും നമ്മളൊന്ന് പുറത്തു പോകണം. ഞാൻ പോകാറുണ്ട്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ വലിയ വലിയ ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഉഗ്രം ബിരിയാണി, പൊറോട്ട, ചിക്കൻ ഫ്രൈ, ഐസ്ക്രീംസ്, ഫ്രൂട്ട്സുകൾ, ഇതെല്ലാം ഫലൂഡ അതെല്ലാം ഉൾപ്പെടെ വാങ്ങി കൊടുക്കണം. വാങ്ങിച്ചു കൊടുക്കാം. ഉറപ്പായിട്ടും കൊടുക്കാം. 80, 86, 62, 69, 12. അതാരുടെ നമ്പർ? എന്റെ നമ്പർ. എന്തിനാ? എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഇവിടെ വന്നേക്കണത് എന്റെ മോനെ ഒന്ന് രക്ഷിക്കാനല്ലേ, ഭക്ഷണത്തിന്റെ കാര്യം സംസാരിക്കാനല്ലല്ലോ. ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത് സംസാരിച്ചിട്ട്. ഞാൻ പറയട്ടെ, ഇതുപോലെ എത്ര 100 പേര് പുറത്ത് ആൾക്കാരെ. സത്യം ചുമ്മാ സത്യം സത്യം 500 പിള്ളേർ വിളക്ക്. ഞാൻ സത്യം വിശ്വസിച്ചു 500 ആണെങ്കിൽ 500. പിന്നെ അതിലൊരു പയ്യൻ മാത്രം ചെറുതായിട്ടൊന്ന് അതൊന്നും സാരില്ലാന്നേ. 500 പിള്ളേരെ രക്ഷപ്പെടുത്തിയില്ലേ? നമ്മളിപ്പോ ഒരു 10 രൂപക്ക് കടല വാങ്ങിക്കുന്ന വിചാരിക്കാം. ഒരു 10-100 കടല കിട്ടുമ്പോ അതിൽ 2-3 ചീഞ്ഞൊക്കെ പോകും. അതൊക്കെ സ്വാഭാവികം, അത് കുഴപ്പമില്ല. ഇപ്പൊ കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്, മിണ്ടാറുണ്ട്, അവനെ ചെലവിന് കൊടുക്കാറുണ്ട്. പിന്നെ എന്റെ മോന് ഞാനല്ല, നാട്ടുകാർ ചെലവിന് കൊടുക്കുക. കൊള്ളാം. വീട്ടിലെ സ്പീക്കർ ബൈൻഡ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ആളാണ് നാട്ടുകാരെ വീട്ടിലെ പിള്ളേരെ ബൈൻഡ് ചെയ്യാൻ നടക്കുന്നത്. ഇറങ്ങി പോവാ. തന്റെ വല്ല കാര്യം ഉണ്ടായത്. ഹലോ,
വെട്ടാണ് വെട്ടു ആ,